ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2025 ജാനുവരി സെഷനിലേക്കുള്ള അഡ്മിഷൻ ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി 31 ആണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഈ ഒരു അഡ്മിഷൻ്റെ പോലെ തന്നെയാണ് നമ്മുടെ റീ രജിസ്ട്രേഷൻ്റെയും പറഞ്ഞിട്ടുള്ളത്. അതായത് ഡിസംബറിലാണ് നമ്മുടെ റീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ സൈക്കിൾ ആണെങ്കിലും ഡിസംബർ പകുതിയോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടിൻ്റെയും പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജാനുവരി 31 ആണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ, അഡ്മിഷൻ്റെയും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ്റെയും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് എല്ലാവർക്കും ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട ഒരു കാര്യമില്ല. എന്തായാലും നമ്മുടെ ഈ ഒരു അഡ്മിഷൻ സൈക്കിളും അതുപോലെ തന്നെ റീ രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. 200% ഉറപ്പാണ് ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന്. അത് ഏകദേശം നമുക്ക് ഫെബ്രുവരി 2028 വരെയൊക്കെയാണ് സാധാരണയായിട്ട് വരാറുള്ളത്. അതിനുശേഷം ചില സമയങ്ങളിൽ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് നമ്മൾ കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നുവോ അത്രയും നല്ലതാണ്. ഇനി ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് 31 ജാനുവരിക്ക് ശേഷം അടുത്ത വർക്കിംഗ് ഡേയിലായിരിക്കും. അതായത് ചിലപ്പോൾ നമുക്ക് ഫെബ്രുവരി 1 തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇനിയും ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ 31 ജനുവരിക്ക് മുൻപായിട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ല എങ്കിൽ അതിനുശേഷം എന്തായാലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും. എത്രയും പെട്ടെന്ന് എടുക്കുന്നുവോ അത്രയും നല്ലതാണ്. എന്ന് കരുതി നിങ്ങൾക്ക് പെട്ടെന്ന് സ്റ്റഡി മെറ്റീരിയൽ കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ആ സ്റ്റഡി മെറ്റീരിയൽ കിട്ടാൻ കുറച്ച് ടൈം എന്തായാലും എടുക്കാറുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു നിങ്ങൾ എടുക്കുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതൊന്ന് നോക്കുക. അതിൽ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ അഡ്മിഷൻ പോർട്ടലിൽ പോയാൽ അതിൻ്റെ താഴെയായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിക്കുക. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാറ്റിൻ്റെയും സ്കാൻഡ് കോപ്പിയും അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പ്രോബ്ലം ആകും എന്നുള്ളത് കൊണ്ട് ഇത് മാറ്റുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അക്ഷയ സെൻറ്ററോ അതല്ലെങ്കിൽ ഏതെങ്കിലും കഫേകളിലോ പോയിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നതും നല്ലതായിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ ഇത് രണ്ടാമത് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് വേണം അഡ്മിഷൻ എടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സബ്ജക്റ്റുകൾ ഏതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം തന്നെ ഈ ഒരു നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതിന് നമ്മുടെ അഡ്മിഷൻ പോർട്ടലിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാം ന്യൂ രജിസ്ട്രേഷൻ എന്ന് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക്